ക്ലിയർ ആണ്. ചോദ്യം ക്ലിയർ ആണ്. ഈവിൾ ഐ ഉണ്ടോന്നല്ലേ, അല്ലെങ്കിൽ ഈവിൾ ഐ ബാധിക്കോ എന്നുള്ളതല്ലേ? ഓക്കെ. അപ്പൊ ഇത് എല്ലാരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എല്ലാവർക്കും അറിയേണ്ട ഒരു ചോദ്യമാണ്, കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. സോ നമ്മൾ എനർജിയുടെ നിയമത്തിൽ നമ്മൾ പറയുന്നുണ്ട് പ്രിൻസിപ്പിൾ ഓഫ് ഡയറക്റ്റബിലിറ്റി. അതിൽ പറയും എനർജി ഫോളോസ് യുവർ ഇന്റൻഷൻ. നിങ്ങളുടെ ഇന്റൻഷൻ എന്താണോ അതിനെ ഊർജം അനുഗമിക്കും. സോ നമ്മളൊരാളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ ചിന്തകളുടെ കൂടെ ഊർജ്ജം അനുഗമിക്കും. സോ ചിന്തകള് പ്രകാശത്തെക്കാൾ വേഗത്തിൽ സഞ്ചരിക്കും, ചിന്തകളുടെ കൂടെ ഊർജ്ജം അനുഗമിക്കും. അപ്പൊ നമ്മളൊരാളെ കുറിച്ച് ചിന്തിക്കുമ്പോഴത്തേക്കും ആ ചിന്ത അയാളിൽ എത്തിച്ചേരുകയും അതിന്റെ കൂടെ എനർജിയും എത്തിച്ചേരും. സോ ഇതാണ് ഡിസ്റ്റന്റ് ഹീലിംഗിന് ആധാരം. ഇത് ഡിസ്റ്റന്റ് ഹീലിംഗിന്റെ പ്രിൻസിപ്പിൾസ് ആണ്. ഇനി എനർജി അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ചിന്ത എന്ന് പറയുന്നത് ഗ്രാൻഡ് മാസ്റ്റർ പറയും അതൊരു ഒരു മെന്റൽ, ഇമോഷണൽ, ഇത്തറിക്കൽ എനർജി ഫോമാണ്. തോട്ട് ഫോം എന്ന് പറയുമ്പോൾ ആ തോട്ട് ഫോമിനകത്ത് ഒരു മെന്റൽ പാർട്ട് ഉണ്ട്, ഒരു ഇമോഷണൽ പാർട്ട് ഉണ്ട്, അതേപോലെ ഒരു എത്തറിക് പാർട്ട് ഉണ്ട്. ഇപ്പൊ നമ്മളൊരാളെ കുറിച്ച് നല്ല ഇന്റൻഷൻ ആണ് എന്നുണ്ടെങ്കിൽ നമ്മളിൽ നിന്ന് അയാളിലേക്ക് പോകുന്ന എനർജി നല്ലതായിരിക്കും. എന്തായിരിക്കും? നമുക്കൊരാളെ കുറിച്ച് നല്ലത് ചിന്തിക്കണമെങ്കിൽ നമ്മുടെ ചിന്ത നല്ലതായിരിക്കും, ഇമോഷൻസ് നല്ലതായിരിക്കും, അതുവഴി ഇൻ ജനറൽ നമ്മുടെ എത്രയ്ക്ക് എനർജി, പ്രാണയും നല്ലതായിരിക്കും. അപ്പൊ അയാളിലേക്ക് പോകുന്നത് എന്തായിരിക്കും? നല്ല ചിന്തയും നല്ല ഇമോഷനും നല്ല പ്രാണയായിരിക്കും പോവുക. അതേ സമയത്ത് നമുക്ക് വേറെ ആളെ കുറിച്ചുള്ള ഒരു ചിന്ത നല്ലതല്ല എന്നുണ്ടെങ്കിൽ അയാളിലേക്ക് പോകുന്നത് എന്തായിരിക്കും? ആ മോശം ചിന്തയുടെ മോശം എനർജി ആയിരിക്കും. അതേപോലെ തന്നെ മോശം ഇമോഷൻസിന്റെ നെഗറ്റീവ് ഇമോഷൻസ് ആയിരിക്കും, നെഗറ്റീവ് തോട്ട് ആയിരിക്കും. അതേപോലെ തന്നെ എനർജിയും നെഗറ്റീവ് എനർജി ആയിരിക്കും സെൻഡ് ആവുന്നത്. സോ പോസിറ്റീവ് ആയിട്ടുള്ള എനർജി നമ്മൾ ഒരാളിലേക്ക് നല്ല പ്രാണം പ്രൊജക്ട് ചെയ്യുന്ന സമയത്ത് അയാളുടെ നല്ല മാറ്റങ്ങൾ ഉണ്ടാവുന്നത് പോലെ തന്നെ നമ്മൾ മോശം ചിന്തകളിലൂടെ മോശം ഇന്റൻഷൻ വേറെ ആളോട് മോശം ഇന്റൻഷൻ വെച്ച് പുലർത്തുന്ന വഴി നമ്മൾ സെൻഡ് ചെയ്യുന്നത് നല്ല എനർജി അല്ല എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്ക് നല്ല ഇഫക്റ്റ് ആയിരിക്കില്ല അവരിൽ ഉണ്ടാവുക. അപ്പൊ ആ നിലയ്ക്ക് മറ്റുള്ള ആളുകളുടെ മോശമായിട്ടുള്ള വികാരങ്ങളും ചിന്തകളും ഒക്കെ നമ്മളെ സ്വാധീനിക്കും. എങ്ങനെ നമുക്ക് ഇതിനെ എങ്ങനെ പ്രതിരോധിക്കാം, വളരെ സിമ്പിൾ ആയിട്ടുള്ള വേയിൽ എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സൈക്കിക് സെൽഫ് ഡിഫെൻസ് എന്നുള്ള കോഴ്സിൽ പറയുന്നത്. സോ ട്രഡീഷണലി നമ്മൾ ഇത്തരം കാര്യങ്ങൾക്ക് പറയുന്നതാണ് ദൃഷ്ടിദോഷം എന്നോ അല്ലെങ്കിൽ ഈവിൾ ഐ എന്നൊക്കെ പറയുന്നത് ഇതാണ്. ഇനി ചില കേസിൽ ആളുകൾ പർപ്പസ്ഫുള്ളി ഒരാൾക്ക് മോശം സംഭവിക്കണം എന്ന് കരുതിയിട്ട് പർപ്പസ്ഫുള്ളി ചില കാര്യങ്ങൾ ചെയ്യും. സോ നമ്മൾ ബ്ലാക്ക് മാജിക് എന്ന് പറയും, നാടൻ ഭാഷയിൽ കൂടോത്രം എന്നൊക്കെ പറയും, ബ്ലാക്ക് മാജിക്. അപ്പൊ അതൊരു ഒരു നാല് ഇന്റൻഷനിൽ വേറൊരാൾക്ക് മോശം സംഭവിക്കണമെന്ന് കരുതിയിട്ട് ചെയ്യുന്നതാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ എനർജി അയാളെ മോശമായിട്ട് സ്വാധീനിക്കും. അപ്പൊ എങ്ങനെയാണ് ഈ ഈവിൾ ഐ ഇത്തരത്തിലുള്ള ആളുകളുടെ ഇമോഷൻസിൽ നിന്നും തോട്ട്സിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യപ്പെടാൻ നമുക്ക് എങ്ങനെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാം? നമ്മുടെ വീടിനെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാം? നമ്മുടെ വാഹനങ്ങളെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാം? നമ്മളെ പ്രിയപ്പെട്ടവരെ, പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളെയും മറ്റ് കുടുംബാംഗങ്ങളെയും ഒക്കെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാം? അതേപോലെ അസൂയാലുക്കളായിട്ടുള്ള ആളുകളിൽ നിന്ന് നമ്മുടെ ബിസിനസ്സിനെ എങ്ങനെ സംരക്ഷിക്കാം? നമ്മുടെ പ്രൊഫഷനെതിരെയൊക്കെ അല്ലെങ്കിൽ അതിനൊക്കെ നെഗറ്റീവായിട്ട് സ്വാധീനിക്കുന്ന തരത്തിലുള്ള ചില അസൂയാലുക്കളായിട്ടുള്ള ആളുകളുടെ ചിന്താ സ്വാധീനങ്ങളിൽ നിന്നൊക്കെ നമുക്ക് എങ്ങനെ സംരക്ഷണം നേടാം? ഇത്തരം കാര്യങ്ങളാണ് സൈക്കിക് സെൽഫ് ഡിഫെൻസ് കോഴ്സിൽ പഠിപ്പിക്കുന്നത്. ഇതിൽ ഏറ്റവും ബ്യൂട്ടി പറയുന്നത് പ്രാക്ടിക്കൽ സൈക്കിക് സെൽഫ് ഡിഫെൻസ് എന്നുള്ളതാണ്. നമുക്ക് പ്രായോഗിക തലത്തിൽ ചെയ്യാൻ പറ്റുന്നത്. സോ നമുക്കറിയാം മാസ്റ്റർ ഷോയുടെ എല്ലാ ടെക്നിക്സ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്, ആർക്കും ഏത് സമയത്തും ചെയ്യാൻ സാധിക്കുന്ന വളരെ ഈസി ആയിട്ടുള്ള ടെക്നിക്സ് ആണ്. സോ സൈക്കിക് സെൽഫ് ഡിഫെൻസിൽ നിങ്ങൾ പഠിക്കുന്ന ഒരു നല്ല ശതമാനവും ഭൂരിഭാഗം തന്ത്രങ്ങൾ എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. നമുക്ക് എങ്ങനെയാണ് ഒരു സെക്കൻഡ് സമയത്തിൽ താഴെ അല്ലെങ്കിൽ ഒരു സെക്കൻഡ് സമയം കൊണ്ട് നമ്മുടെ ഓറ ശക്തിപ്പെടുത്തിക്കൊണ്ട് ഓറ ക്ലോസ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഈ മോശം എനർജിയിൽ നിന്നും നമ്മളെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മൾ പഠിക്കും. പിന്നെ മറ്റൊന്ന്, നമ്മൾ വിചാരിക്കുന്നത് നമ്മൾക്ക് ആരും ശത്രുക്കളൊന്നുമില്ല, അതുകൊണ്ട് നമുക്ക് നേരെ മോശം എനർജി ഒന്നും വരില്ല, അല്ലെങ്കിൽ എന്നോട് ആർക്കും അസൂയയില്ല, അതുകൊണ്ട് എൻ്റെ നേരെ അങ്ങനെയുള്ള മോശം എനർജി ഒന്നും വരില്ല, എനിക്ക് വേറെ ആരുമായിട്ട് കോമ്പറ്റീഷൻ ഇല്ല, അതുകൊണ്ട് എനിക്ക് അങ്ങനെ വരില്ല. ഇതൊന്നും അല്ലാതെ തന്നെ ഒരുപാട് മേഖലകളിലൂടെ നമ്മളിലേക്ക്
ഈ സൈക്കിക് എനർജീസ് വരുന്നതിനുള്ള സാധ്യതകളെ കുറിച്ച് പറയുന്നുണ്ട്. ഒരുപാട് നമ്മൾ ചില പ്രത്യേക കാറ്റഗറിയിലുള്ള ആകുന്നത് വഴി ഒരു പ്രത്യേക ഫലം നമ്മൾ ഓരോരുത്തരും സ്പെഷ്യലാണ്. അപ്പോൾ നമ്മളൊരു പ്രത്യേക കാറ്റഗറീനെ പ്രതിനിധീകരിക്കുന്നു, നമ്മൾ പ്രത്യേക ജോലി ചെയ്യുന്നു, നമ്മളൊരു പ്രത്യേക വിഭാഗമാവുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ മറ്റ് ആളുകൾക്ക് പലർക്കും അവർ സുപ്പീരിയർ ആണെന്നും ബാക്കിയുള്ള ആൾക്കാർ അത്ര സുപ്പീരിയർ അല്ല എന്നും പല കാരണങ്ങൾ കൊണ്ട്, പണം കൊണ്ടാവാം, പദവി കൊണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള മറ്റ് വിഭാഗീയത, ജാതി ചിന്തകൾ കൊണ്ടാവാം, രാഷ്ട്രീയം കൊണ്ടാവാം, വർണ്ണവിവേചനാവാം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൂടെ മറ്റു പലരും നമ്മളെക്കാൾ താഴ്ന്നവരാണെന്നുള്ളൊരു ചിന്ത വരും. അപ്പൊ അതും ആ ആളുകളെ, അവരാരെയാണോ അങ്ങനെ താഴ്ന്നവരായിട്ട് കാണുന്നത്, അവരിലേക്ക് മോശം എനർജി വരുന്നതിന് കാരണം. അപ്പോൾ എന്താ പറയാ, ഓൾറെഡി നല്ലൊരു ശതമാനം ആളുകളിലേക്കോ, അല്ലെങ്കിൽ ഓൾറെഡി പലരും തന്നെ ഇത്തരത്തിലുള്ള പല നെഗറ്റീവ് സ്വാധീനങ്ങളും ഓൾറെഡി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പലർക്കും ഇതിനെപ്പറ്റി അറിയില്ല ഇങ്ങനെ ഉണ്ടെന്നുള്ളത്. ഇതിനൊക്കെ എങ്ങനെയാണ് നമുക്ക് വളരെ ഈസി ആയിട്ട് ഓവർകം ചെയ്യാം എന്നുള്ളതാണ് ഈ കോഴ്സിലൂടെ നമ്മൾ പഠിക്കുന്നത്. നിങ്ങൾ പ്രാണി സൈക്കോതെറാപ്പിയുടെ ക്ലാസ്സിൽ ഷീൽഡിങ് പഠിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ചക്രകളെ സ്കാൻ ചെയ്യും. സോ ചക്രകൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞ് ഷീൽഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ചക്രകൾ ബിഗ്ഗർ ആവുന്നത് കാണാം. അതേപോലെ ഓറയും. അപ്പൊ നമുക്ക് വേറൊരാളുടെ നെഗറ്റീവ് സ്വാധീനം നമ്മൾ ഇല്ലാതിരിക്കുന്ന സമയത്ത് നമ്മുടെ ചക്രകളൊക്കെ എത്രമാത്രം പ്രവർത്തനക്ഷമമാണ്, നമ്മുടെ ഊർജ്ജമൊക്കെ എത്രമാത്രം ആക്ടിവേറ്റഡ് ആണെന്ന് അറിയുമ്പോഴാണ് നമുക്ക് എന്തുമാത്രം നമ്മുടെ കഴിവും നമ്മുടെ എഫേർട്ടും എല്ലാം ഉണ്ടായിട്ടും നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്ര പുരോഗതി ഇല്ലാത്തതിന് മറ്റുള്ള ഒരുപാട് നെഗറ്റീവ് എനർജിയുടെ സ്വാധീനം നമ്മൾ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാം. അവിടെയാണ് ഈ പ്രാക്ടിക്കൽ സൈക്കിക് സെൽഫ് ഡിഫൻസ് എന്നുള്ള ഈ കോഴ്സിന്റെ പ്രാധാന്യം വരുന്നത്. ഇനി ഇതിലൊക്കെ ഉപരിയായിട്ട്, ഇത്തരത്തിലുള്ള സൈക്കിക് അറ്റാക്സുകളൊക്കെ ഉപരിയായിട്ട് ചില സമയത്ത് നമുക്ക് ചിലപ്പോൾ നമ്മുടെ കുടുംബാന്തരീക്ഷത്തിലോ നമ്മുടെ ജോലി സ്ഥലത്തോ ഒക്കെ ഉള്ള ഒരു സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന സമയം ഉണ്ടാവും. അതേ സമയത്ത് നമുക്ക് ആ സംഘർഷാവസ്ഥ നമ്മുടെ പ്രൊഡക്ടിവിറ്റിനെ ബാധിക്കരുത്, നമ്മുടെ പെർഫോമൻസിനെ ബാധിക്കാതിരിക്കുകയും വേണം. എങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ സംഘർഷഭരിതമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ, അത് കുടുംബാന്തരീക്ഷമായാലും ഇനി ഒരു സാമൂഹിക അന്തരീക്ഷമായാലും നമ്മുടെ ജോലി സ്ഥലത്ത് അന്തരീക്ഷമായാലും അതൊന്നും നമ്മളെ ബാധിക്കാതെ നമുക്ക് എങ്ങനെയാണ് ആന്തരിക ശാന്തി നിലനിർത്തിക്കൊണ്ട് നമുക്ക് നമ്മുടെ ജോലി ചെയ്യാനും വളരെ പ്രൊഡക്റ്റീവ് ആവാനും നല്ല രീതിയിൽ പെർഫോം ചെയ്യാനൊക്കെ സാധിക്കുന്നത് എന്നുള്ളതും എങ്ങനെ സാധിക്കും എന്നുള്ളതും ഈ സൈക്കിക് സെൽഫ് ഡിഫൻസിന്റെ കോഴ്സിലൂടെ നമ്മൾ പഠിക്കും. അതേപോലെ തന്നെ സൈക്കിക് വാമ്പയേഴ്സ് പറയും, നമ്മുടെ എനർജി സക്ക് ചെയ്യുന്നത്. അപ്പം ചിലത് ബോധപൂർവം ആവാം, അല്ലാതെ നമ്മൾ തന്നെ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാതെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ചില നെഗറ്റീവ് കണക്ഷൻസ് ഉണ്ടാവും, ചില നെഗറ്റീവ് റിലേഷൻഷിപ്സ് ഉണ്ടാവും. നെഗറ്റീവ് റിലേഷൻഷിപ്സ് എന്ന് പറയാൻ കാരണം ചില അൺവാണ്ടഡ് റിലേഷൻഷിപ്സ്, നമ്മളതിന് വലിയ ഗൗരവമൊന്നും കൊടുക്കുന്നുണ്ടാവില്ല, പക്ഷെ അതുവഴി നമ്മളിൽ നിന്ന് ഒരുപാട് എനർജി നഷ്ടപ്പെട്ടു പോകുന്നുണ്ടാവും. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ, ഇത്തരത്തിലുള്ള നമുക്കുള്ള ഇങ്ങനെ ഊർജ്ജ ശോഷണം സംഭവിക്കുന്നതിനൊക്കെ നമുക്ക് എങ്ങനെ അതിജീവിക്കാം, ഇതെല്ലാം സൈക്കിക് സെൽഫ് ഡിഫൻസ് എന്നുള്ള ഈ കോഴ്സിലാണ് നമ്മൾ പഠിക്കുന്നത്. മറ്റൊന്നാണ് എന്തൊക്കെയാണ് ഈ ബാഡ് ലക്കിന് കാരണം, അല്ലെ നമ്മുടെ ജീവിതത്തിൽ ദൗർഭാഗ്യം വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, അപ്പൊ അതിനെയൊക്കെ ഏതൊക്കെ രീതിയിൽ നമുക്ക് അതിജീവിക്കാൻ സാധിക്കും. അതേപോലെ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ എന്താ പറയാ, അതിനിഗൂഢമായിട്ടുള്ള എന്താ പറയാ മാജിക് സർക്കിൾ ഏഷ്യൻ മാജിക് സർക്കിൾ എന്ന് പറയുന്ന ഒരു ഷീൽഡിങ് ടെക്നിക്ക് അല്ലെങ്കിൽ ഒരു ഡിഫൻസ് ടെക്നിക്ക്. അവിടെ ഹീലിംഗ് മാലാകമാര് ഉൾപ്പെടെ മാലാകമാരുടെയും ഹോളി മാസ്റ്റേഴ്സിന്റെയും ഹോളി ഗുരുക്കന്മാരുടെയും ഒക്കെ പ്രൊട്ടക്ഷൻ നമുക്ക് എങ്ങനെ നേടാൻ സാധിക്കും, അതിലെങ്ങനെയാണ് ഈ മാജിക് സർക്കിള് പ്രിപ്പയർ ചെയ്യുന്നത്, ഇതൊക്കെ എന്ന് പറയുന്നത് അത്രയും എന്താ പറയാ അഡ്വാൻസ്ഡ് യോഗിക് തന്ത്രങ്ങളാണ് ഇതൊക്കെ. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് നമ്മളെ പഠിപ്പിക്കുന്നതാണ് ഈ കോഴ്സിലൂടെ. സോ നമുക്ക് ഈ കോഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് ആവശ്യമാണ്. നമ്മളെ കയ്യിൽ ഒരു സാധനവും വേണ്ട, നമുക്ക് ചെറിയ ചില കാര്യങ്ങൾ കൊണ്ട്, ഈവൻ ചില ബോഡി പോസ്റ്റേഴ്സ് കൊണ്ട്, ചില തോട്ട്സ് കൊണ്ട്, ഒരു സിമ്പിൾ പ്രയർ കൊണ്ട്, ഇനി നമ്മളെ മുന്നിൽ ഇരിക്കുന്ന എന്തെങ്കിലും ഒരു വസ്തുക്കൾ കൊണ്ട്, ഒരു പൂവോ എന്തെങ്കിലും കൊണ്ടൊക്കെ നമുക്ക് നമ്മളുടെ ഓറയും ചക്രകളൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനും നമ്മുടെ എനർജിയെ പ്രൊട്ടക്ട് ചെയ്യാനും, അതേപോലെ നമ്മളിലേക്ക് വരുന്ന മോശം എനർജിയെ അതിനെ നമുക്ക് റീഡയറക്ട് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ നമുക്ക് അതിനെ ഒഴിവാക്കാൻ വേണ്ടി മറ്റേതെങ്കിലും ഒരു വസ്തുക്കളിലേക്ക് നമുക്ക് അതിനെ റീഡയറക്ട് ചെയ്യാൻ സാധിക്കും, നമ്മളെ സ്വാധീനിക്കാതിരിക്കാൻ വേണ്ടി
ഇങ്ങനെ ഒരുപാട് ഒരുപാട് തന്ത്രങ്ങളാണ് ഈ സൈക്കിക് സെൽഫ് ഡിഫൻസ് എന്നുള്ള കോഴ്സിൽ നിങ്ങളെ പഠിപ്പിക്കുന്നത്. സോ ഈവിളായി അല്ലെങ്കിൽ ദൃഷ്ടിദോഷം എന്നൊക്കെ പറയുന്നത് ശരിയാണോ അല്ലെ ഉള്ളതാണോ എന്നൊക്കെ ചോദിച്ചതിന്റെ ആൻസർ ആണിത്. സോ എല്ലാത്തിനും എനർജി ഉണ്ട്, എല്ലാത്തിനും എനർജി ഉണ്ട്. നമ്മുടെ ചിന്തകൾക്കും എനർജി ഉണ്ട്. നമ്മൾ വേറൊരാളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മളിൽ നിന്നും അയാളിലേക്ക് എനർജി ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നുണ്ട്. ആ എനർജിയുടെ ക്വാളിറ്റി പറയുന്നത് നമ്മളുടെ ചിന്തകളുടെ ക്വാളിറ്റിയാണ്. അത് നല്ലതാണെങ്കിൽ അവരെ നല്ല രീതിയിൽ സ്വാധീനിക്കും. അത് നമ്മുടെ ഇമോഷൻസിന്റെ ക്വാളിറ്റിയാണ്. അത് നല്ലതാണെങ്കിൽ അവരെ നല്ല രീതിയിൽ സ്വാധീനിക്കും. ഇൻ ജനറൽ നമ്മളുടെ എത്രിക് എനർജി അല്ലെങ്കിൽ പ്രാണയുടെ ക്വാളിറ്റിയാണ്. അത് നല്ലതാണെങ്കിൽ നല്ല രീതിയിലും, മോശമാണെങ്കിൽ മോശം രീതിയിലും സ്വാധീനിക്കും. അതുകൊണ്ട് ഈവിളായി അല്ലെങ്കിൽ ഇത് ട്രഡീഷണലി പറയുന്ന പേരുകൾ അല്ലെങ്കിൽ കൊളോക്കിയലി പറയുന്ന പേരുകളാവാം. ബട്ട് അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ നമുക്കതിനെ നമ്മളിവിടെ അതിന് പറയുന്ന പേര് സൈക്കിക് എനർജീസ് എന്നാണ്. സൈക്കിക് എനർജീസ് എന്നാണ് പറയാം. ഓക്കെ. സോ പ്രാണിക് സൈക്കോതെറാപ്പി കഴിഞ്ഞ ആൾക്കാർ നിർബന്ധമായിട്ടും പഠിക്കേണ്ട കോഴ്സ് തന്നെയാണ്. അതേപോലെ ഈ കോഴ്സിൽ നമ്മൾ ക്രിസ്റ്റൽസ് ഉപയോഗിച്ചുകൊണ്ട് ക്രിസ്റ്റൽ ഹീലിംഗ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ക്രിസ്റ്റൽസ് നമുക്ക് നേരെ വരുന്ന ഇത്തരത്തിലുള്ള സൈക്കിക് അറ്റാക്സിനൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ക്രിസ്റ്റൽസ് ഉപയോഗിക്കുന്നത് എങ്ങനെയാന്നുള്ളതും കൂടെ ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് നമ്മൾ പഠിക്കും. അതേപോലെ ഓൾറെഡി നമ്മളെ വ്യക്തികളിലേക്കോ നമ്മുടെ സ്ഥാപനത്തിലേക്കോ നമ്മളെ വീട്ടിലേക്കോ ബിസിനസ്സിലേക്കോ ഒക്കെ ഓൾറെഡി വന്നിട്ടുള്ള ഇത്തരത്തിലുള്ള സൈക്കിക് അറ്റാക്സ് ആ ബിസിനസ്സിലും ഒരാളുടെ ലൈഫിലും അല്ലെങ്കിൽ ഒരാളുടെ ബോഡിയിലോ വീടിലോ ഓഫീസിലോ ഒക്കെ ഓൾറെഡി ഇംപ്രഗ്നേറ്റഡ് ആയിട്ടുള്ള സൈക്കിക് എനർജീസ് നമ്മൾ പറയുന്ന ബ്ലാക്ക് മാജിക്കിന്റെ ഒക്കെ എനർജി അതൊക്കെ എങ്ങനെയാണ് നമ്മളെ സിസ്റ്റത്തിൽ നിന്നും അതേപോലെ ഓഫീസിൽ നിന്നും വീട്ടിൽ നിന്നൊക്കെ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്ത് ഒഴിവാക്കാൻ സാധിക്കുക എന്നുള്ളതും കൂടെ ഈ കോഴ്സിന്റെ ഭാഗമാണ്. സോ സാധിക്കുന്ന എല്ലാവരും ഇതേപോലെ തന്നെ കോഴ്സ് അറ്റൻഡ് ചെയ്യുക. സൺഡേ 7th ജൂൺ ഹോട്ടൽ വുഡീസ് കോഴിക്കോട്. നിങ്ങൾ സൈക്കോതെറാപ്പി പഠിക്കാത്ത ആൾക്കാർക്ക് സൈക്കോതെറാപ്പി ഈ മെയ് 30-31 ദിവസങ്ങളിൽ കോഴിക്കോട് വെച്ച് നടത്തുന്നുണ്ട്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു.